السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. മാന്യ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം വെളുത്തുള്ളിയെ പറ്റിയാണ്. ഈ വെളുത്തുള്ളിക്ക് സുഖകരമല്ലാത്ത ഒരു ഗന്ധം, മണം ഉണ്ടെങ്കിലും അതിനൊരുപാട് പ്രത്യേകതകൾ ഉണ്ട്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 61-ാമത്തെ ആയത്തിൽ ഈ വെളുത്തുള്ളിയെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്, അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വളരെ പ്രബലമായ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ, കിതാബുകളിൽ, ബുഖാരി ഷരീഫിൽ പലയിടത്തും, തിർമുദിയിലും പലയിടത്തും, അബൂദാവൂദിൽ പലയിടത്തും, ഇബ്നു മാജഹയിലും പലയിടത്തും ഈ വെളുത്തുള്ളിയെപ്പറ്റി ഹദീസുകൾ കാണുന്നുണ്ട്. ഈ ഹദീസിന്റെ കിതാബുകളിൽ കാണുന്ന ഹദീസിൽ അധികവും വെളുത്തുള്ളി കഴിച്ചവൻ അവൻ പള്ളിയിൽ കടക്കരുത് എന്നാണ്. അപ്പോൾ പള്ളിയിൽ ആ സുഖകരമല്ലാത്ത ഗന്ധത്തോടെ, മണത്തോടെ, അത് ആ പള്ളിയിൽ ഉണ്ടാകുന്ന മലക്കുകളെയും മറ്റുള്ള സ്വാലിഹീങ്ങളെയും മുഅ്മിനീങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന നിലക്ക് അങ്ങനെ കടക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. പള്ളി എന്നുള്ളത് വളരെ പരിശുദ്ധമായ ഒരു സ്ഥലമാണ്. ഒരു നിലക്കുള്ള ദുർഗന്ധങ്ങളും അവിടെ അരുത്. അതുകൊണ്ടാണ് പള്ളിയിൽ കടക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആജ്ഞാപിച്ചത്. എന്നല്ലാതെ അത് കഴിക്കരുത് എന്നും അല്ലെങ്കിൽ അതിന് ആരോഗ്യഫലമായ ഫലങ്ങളില്ല എന്നും അതിനർത്ഥമില്ല. ഹദീസുകളിൽ കാണുന്നുണ്ട്, മൻ അക്കലഹുമാ ഫൽ യുമിത്ഹുമാ തവഖ എന്ന് കാണുന്നുണ്ട്. അതിനെ കഴിക്കുകയാണെങ്കിൽ അത് നല്ല നിലക്ക് അതിനെ വേവിച്ച് കഴിക്കണം. കാരണം അത് വെന്താൽ, അതിനെ പാകം ചെയ്താൽ അതിൻ്റെ മണങ്ങൾ ഒക്കെ പോകും. മറ്റൊരിടത്ത് ഒരു ഹദീസ് കാണുന്നുണ്ട്, കുലു സൂമ വതദാവു ബിഹി ഫഇന്ന ഫീഹി ശിഫാഉം മിൻ 70 ദാഇ എന്നും ഹദീസ് കാണുന്നുണ്ട്. നിങ്ങൾ വെളുത്തുള്ളി കഴിച്ച് അതുകൊണ്ട് നിങ്ങൾ ചികിത്സിക്കുക, കാരണം അതിൽ 70ഓളം രോഗങ്ങൾക്ക് ശമനമുണ്ട് എന്നും ഹദീസ് കാണുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകതകള്, ആരോഗ്യപരമായ ഫലങ്ങള് ഒരുപാട് ഉണ്ട്. വളരെ ഈ തിബ്ബുൻ നബവിയിൽ, പ്രവാചക വൈദ്യത്തിൽ വളരെ പ്രബലമായ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടേത്. അതിൽ ഈ വെളുത്തുള്ളിയുടെ ഫായിദയെപ്പറ്റി, മെഡിക്കൽ ബെനിഫിറ്റ്സുകളെപ്പറ്റി, ആരോഗ്യ ഫലങ്ങളെപ്പറ്റി ധാരാളം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു പ്രബലമായ ഈ പ്രവാചക വൈദ്യത്തിൻ്റെ ഗ്രന്ഥം ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയുടെ തിബ്ബുൻ നബവിയിലും, അങ്ങനെ തുടങ്ങി പഴയകാലത്തുള്ള തിബ്ബുൻ നബവിയിൽ കിതാബ് എഴുതിയ ഇമാമിങ്ങളുടെ, ഉലമാക്കളുടെ കിതാബുകളിലൊക്കെ ഈ വെളുത്തുള്ളിയുടെ ഫായിദയെപ്പറ്റി പറയുന്നുണ്ട്. പഴയകാലത്ത് വളരെ പ്രസിദ്ധരായ ശാസ്ത്രജ്ഞരും അതേപോലെ തന്നെ ഡോക്ടേഴ്സുമായ ഇബ്നു സീന, അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട്
ഗവേഷകർ, ശാസ്ത്രജ്ഞർ ഈ വെളുത്തുള്ളിയുടെ ഫായ്ദകളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ അടങ്ങിയിരിക്കുന്ന കോണ്ടന്റുകൾ, ഘടകങ്ങൾ വളരെ വലുതാണ്. കാർബോഹൈഡ്രേറ്റ്, ഷുഗർ, ഫൈബർ, പ്രോട്ടീൻ, വൈറ്റമിൻ B1, B2, B3, B5, B7, വൈറ്റമിൻ സി, കാൽസ്യം, അയൺ, മെഗ്നീഷ്യം, മംഗനീസ്, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, സിങ്ക്, സെലേനിയം, വൊലറ്റൈൽ ഓയിൽ, സൾഫർ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മുടെ ആരോഗ്യങ്ങളെ സംരക്ഷിക്കുന്ന, നമ്മുടെ രോഗങ്ങളെ അകറ്റുന്ന, നമ്മുടെ ശരീരത്തിന് ഒരുപാട് റാഹത്ത്, സന്തോഷം നൽകുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇന്ന് ശാസ്ത്രം പറയുന്ന അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ, അതിൻ്റെ ഔഷധ ഫലങ്ങളെപ്പറ്റി മുൻകഴിഞ്ഞ ഈ ഞാനിപ്പോൾ പേര് പറഞ്ഞ കിതാബുകളിലൊക്കെ അതേപോലെ തന്നെയാണ് കൂടുതലായും കാണുന്നത്. ശാസ്ത്രം പറയുന്നു അമിതമായ ബ്ലഡ് പ്രഷറിനെ, BP അത് കുറക്കുന്നുണ്ട് വെളുത്തുള്ളി. ഈ സന്ധിവേദനകൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇര, പിന്നെ ബ്രോങ്കൈറ്റൈസ്, ആസ്തമ, ട്യൂബർകുലോസിസ്, ക്ഷയരോഗങ്ങൾ, നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ഇൻഫെക്ഷനുകൾ, വയറ്റിൻ്റെ അകത്തുള്ള ഇൻഫെക്ഷനുകൾ, ഇതിനൊക്കെ അതിനെ കുറക്കാൻ വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഈ ചുമകളെ കുറക്കാനും വളരെ നല്ലതാണ്. ദഹനം ഇത് മുഖേന വർദ്ധിക്കും. നമ്മുടെ കാതിൻ്റെ, ചെവിടിൻ്റെ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. ഈ വെളുത്തുള്ളി ഉപ്പോടുകൂടെ കഴിക്കുമ്പോഴേക്ക് മൈഗ്രെയിന് പോലെയുള്ള തലവേദനകളെ തടയാനും, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളെ തടയാനും, ഹിസ്റ്റീരിയ എന്ന് പറയുന്ന ആ മാനസിക രോഗത്തെ തടയാനും കുറക്കാനും, സിയാട്ടിക്ക, പാരലൈസിസ്, അതായത് ആകെ തളർന്നു കിടക്കുക, ഇവകളൊക്കെ തടയാൻ വളരെ നല്ലതാണ്. യൂറിക് ആസിഡ് നിറഞ്ഞ് നമ്മുടെ ഓരോ സന്ധികളിലും അതിഭയങ്കരമായി വരുന്ന ആ വേദനകളെ തടയാനും മറ്റുള്ള പല രോഗങ്ങളെ തടയാനും ഉപ്പ് ചേർത്ത് കഴിക്കൽ വളരെ നല്ലതാണ്. അതിൻ്റെ ചാറ്, അതിൻ്റെ ജ്യൂസ്, അത് നാം എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ വ്രണങ്ങൾ, പുണ്ണുകളുണ്ട്, അല്ലെങ്കിൽ കുരുക്കളുണ്ട്, അതിനൊക്കെ അതിലൊന്ന് തേച്ച് കൊടുത്താൽ വളരെ നല്ലതാണ്. അത് സുഖപ്പെടാൻ പെട്ടെന്നായി സുഖപ്പെടും. അതേപോലെ തന്നെ വളരെ മോശമായ കൊളസ്ട്രോളായ LDL, ഹാർട്ടിൻ്റെ രോഗങ്ങൾ ഉണ്ടാകുന്ന, അത് അതിൻ്റെ തോതിൽ കൂടിയാൽ ഹാർട്ടിൻ്റെ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഈ LDL കൊളസ്ട്രോളുകളെ കുറക്കാനും നല്ലതാണ്. അതേപോലെ തന്നെ ട്രൈഗ്ലൈസറൈഡ്സ് പോലെയുള്ള കൊഴുപ്പുകളെ കുറക്കാനും വളരെ നല്ലതാണ്. ഇന്ന് നാം കണ്ടുവരുന്ന ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസുകൾ, ബാക്ടീരിയകളെ കൊണ്ടുള്ള ഇൻഫെക്ഷനുകൾ, അതായത് സ്റ്റാഫിലോകോക്കസ്, ഈകോലി പോലെയുള്ള ആ ബാക്ടീരിയകളെ കൊണ്ട് ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകളെ തടയാനും വളരെ നല്ലതാണ്. നമ്മുടെ ജോയിന്റ് വേദനകൾക്കും ഇത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ മുടി കൊഴുത്തു പോകുന്നതിനും വളരെ നല്ലതാണ്. ഇതിനെ എങ്ങനെ ഉപയോഗിക്കണം എന്നും അതിന് ഒരു കണക്കുണ്ട്. എല്ലാം പറയുമ്പോഴേക്ക് ഇവിടെ സമയമില്ല. ചുരുക്കത്തിൽ നാം ഖുർആനിലും ഹദീസിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇങ്ങനെയുള്ള ഔഷധ ഗുണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നും എങ്ങനെ കഴിക്കണമെന്നും അതിനൊരു രീതി ഉണ്ട്. പക്ഷെ അത് പറയാനൊന്നും ഇവിടെ സമയമില്ല. കാരണം ഇന്നത്തെ
കാലം എല്ലാവരും അധിക പേരും ഷോർട്സുകളെ ആശ്രയിക്കുന്ന കേൾക്കുന്ന ഒരു കാലമാണ്. ഈ ഷോർട്സുകളെ കൊണ്ട് നമുക്ക് വിജ്ഞാനങ്ങൾ അത്ര കൂടുതൽ കിട്ടിക്കൊള്ളണം എന്നില്ല. കാരണം ഈ ക്ലാസ് എടുക്കുന്ന വിനീതനായ ഞാൻ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പല ഈ ആരോഗ്യത്തിൻ്റെ ഫീൽഡിലും മറ്റും ഗവേഷകരുടെ, ശാസ്ത്രജ്ഞരുടെ വലിയ വലിയ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിരന്തരം കേൾക്കലുണ്ട്. അവരാരും ഏറ്റവും ചുരുങ്ങിയത് ഒരു അരമണിക്കൂറിൽ കുറഞ്ഞ് ക്ലാസ് എടുക്കാറില്ല. പക്ഷെ അവർക്ക് വ്യൂവേഴ്സ് ആണെങ്കിൽ, അതിനെ കേൾക്കുന്നവരാണെങ്കിലോ ലക്ഷക്കണക്കിലും കാണുന്നുണ്ട്. നമ്മുടെ അവസ്ഥ എല്ലാവരുടേതും അല്ല. നമുക്ക് എല്ലാം ഷോർട്സ് ആകണം. ഈ ഷോർട്സ് കൊണ്ട് എന്ത് വിജ്ഞാനങ്ങൾ ലഭിക്കും എന്ന് നാം പ്രത്യേകം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം കേൾക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, വിജ്ഞാനങ്ങൾ ഷോർട്സ് കൊണ്ടല്ല ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ന് നാം കാണുന്ന വലിയ വലിയ ഈ മെഡിക്കൽ കോളേജുകളും മറ്റുള്ള കോളേജുകളൊക്കെ അതിലൊക്കെ ഈ ഷോർട്സ് ആയിട്ട് പറയുകയാണെങ്കിൽ അവർക്കാർക്കും പിന്നെ അത്രയൊന്നും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. എല്ലാ കോളേജുകളിലും മണിക്കൂറോളം ദൈനംദിനം ക്ലാസ് എടുക്കുന്നുണ്ട്. കാരണം അങ്ങനെ ക്ലാസ് എടുത്ത് പഠിച്ചാലേ നമുക്ക് വിജ്ഞാനം കരഗതമാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ ക്ലാസ് കേൾക്കുന്നവർ കുറച്ച് ക്ഷമിച്ച് കേൾക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. കാരണം നമുക്ക് വിജ്ഞാനം എന്നുള്ളത് ലോകത്തിൽ തന്നെ വളരെ വലുതാണ്. നാം പറയുന്നത് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും പറഞ്ഞ വിജ്ഞാനങ്ങളെ പറ്റിയാണ് വിശദീകരിച്ച് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നവർക്കൊക്കെ ഈ ക്ലാസ് ഷെയർ ചെയ്യുക, സഹകരിക്കുക. ആർക്കെങ്കിലും ഇത് ഉപകാരപ്രദമാകട്ടെ. അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യുവാനും പറയുവാനും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.